ലഹരി മാഫിയക്കെതിരെ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തന്നെ മുന്നേറുകയാണ്. ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധനകളും അപ്രതീക്ഷിത റെയ്ഡുകളും തുടർച്ചയായ അറസ്റ്റുകളും നടക്കുന്നതിനിടെ എറണാകുളം ജില്ലയിൽ കൂടുതൽ ആശങ്ക ഉയർത്തുന്ന കേന്ദ്രങ്ങളിൽ ഒന്നായ പെരുമ്പാവൂരും തൂഫാന്റെ പ്രധാന ഫോക്കസായി മാറിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തുകയും ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരോട് സംവദിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ക്ലീൻ ആകുമോ പെരുമ്പാവൂർ എന്ന കാര്യമാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. അബ്ദുൾ റഹീം വിവരങ്ങളുമായി ചേരുന്നു. റഹീമെ, ഗുഡ് മോർണിംഗ്. ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ആഹ്വാനം ചെയ്തിരുന്നു. ഇത് പെരുമ്പാവൂരിനെ ക്ലീൻ ആക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് സാധിക്കുമോ? സേതു, ഗുഡ് മോർണിംഗ്. അതായത് ഈ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതിനു ശേഷം വളരെ വലിയ രീതിയിൽ തന്നെയുള്ള പ്രതികരണമാണ് തൂഫാന് ലഭിക്കുന്നത്. പ്രധാനമായും സംസ്ഥാനത്തുടനീളമുള്ള ലഹരി മാഫിയകളെ തുടച്ചു നീക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രയത്നവുമായി ആഭ്യന്തര വകുപ്പ് തന്നെ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി വിൽപ്പന വളരെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഓപ്പറേഷൻ തൂഫാനിലൂടെ പരമാവധി അത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളെ തകർക്കുക, അതിനോടൊപ്പം തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത്തരത്തിൽ ലഹരി എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പെരുമ്പാവൂർ പ്രധാന കേന്ദ്രമായി അല്ലെങ്കിൽ അതിനെ പ്രധാനമായി ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പരിശോധനയും അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളുമായി ആഭ്യന്തര വകുപ്പ് പോലീസും മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ നേരിട്ടെത്തുകയും അവിടെ വലിയ രീതിയിൽ തന്നെയുള്ള ഏതാണ്ട് 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ റാലി അടക്കം നടത്തുകയും അവിടെയുള്ള ആളുകളോട് സംവദിക്കുകയും ചെയ്തിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ മറയാക്കിക്കൊണ്ട് മലയാളികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ലഹരി വിൽപ്പന സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഏതാണ്ട് 18 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം പെരുമ്പാവൂരിൽ നിന്ന് പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന അധികമായി തന്നെ നടക്കുന്നുണ്ട്. അതിനെ പൂർണ്ണമായും തടയിടുക എന്നുള്ളത് തന്നെയാണ് ഈ തൂഫാനിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ ഈ പൂർണ്ണമായും തൂഫാനെ ലഹരിയുടെ ഒഴുക്ക് തടയുക എന്ന് തന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുമായി നേരിട്ട് തന്നെ ആഭ്യന്തരമന്ത്രി സംസാരിക്കുകയും അവരോടൊക്കെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംവദിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അതിനെ പൂർണ്ണമായും തടയിടാൻ ആവശ്യമായ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ആഭ്യന്തര വകുപ്പും പോലീസും ശ്രമിക്കുന്നത്. ഏതായാലും അതൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ പെരുമ്പാവൂരിൽ ഏറെക്കുറെയെങ്കിലും ഇതിനൊരു ലഹരി ഒഴുക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. കാരണം വലിയ രീതിയിൽ തന്നെ പോലീസിന്റെ എപ്പോഴുമുള്ള ഒരു സാന്നിധ്യം ആ മേഖലയിലൊക്കെയുണ്ട്. പ്രത്യേകിച്ചും ഈ ഭായ് കോളനി എന്ന് പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് വേണ്ടി മാത്രം ഒരു ഏരിയ തന്നെയുണ്ട്. അതുകൊണ്ട് അവർക്കിടയിലുള്ള ഈ ലഹരി വ്യാപനം തടയുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പെരുമ്പാവൂർ പ്രധാന ഫോക്കസ് ആയിക്കൊണ്ട് തൂഫാന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഏതായാലും അവിടെ ഒരു മാറ്റം വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സേതു, ഓക്കെ, ശരി റഹീമേ.